ഈ നാടിൻ്റെ ഒരു പോക്ക് എന്തുമാത്രം വൈകൃതമാവുന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, നിറങ്ങളുടെ വൈവിധ്യങ്ങളുടെ കൂടിച്ചേരലിൻ്റെയൊക്കെ ഒരാഘോഷമായിട്ട് വർഷങ്ങളായി, എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ ആഘോഷിക്കുന്ന ഹോളി എന്ന് പറയുന്ന ഒരാഘോഷം. ആ ആഘോഷം സ്വാഭാവികമായും വടക്കേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ, വലിയ രീതിയിൽ ആഘോഷിക്കുന്നതെന്ന് നമുക്കറിയാം. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, ഹോളി ആഘോഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഹോളിയുടെ ആ ഒരു ഘോഷയാത്ര ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ആളുകളിലേക്കെല്ലാം വർണ്ണങ്ങൾ വിതറി ഇങ്ങനെ കടന്നു പോകുമ്പോൾ, മുസ്ലിം പള്ളികൾ മുഴുവൻ ടാർപ്പായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. 70-ന് മുകളിൽ പള്ളികളാണ് ഷാജഹാൻപൂരിൽ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഹിന്ദുക്കൾ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യർ ഈ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വരുമ്പോൾ പള്ളികളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കാവില്ല. അത് അവരുടെ അവകാശമാണ്, അങ്ങനെ വരലും അങ്ങനെ ആ പള്ളികളിൽ നിറം ഒഴിക്കലും പള്ളികൾ വൃത്തികേടാക്കലുകളുമെല്ലാം എന്ന് ഒരു സർക്കാർ പറഞ്ഞ്, ആ സർക്കാർ തന്നെ ഈ പള്ളി മൂടുന്നതിന് ഒരു കോർഡിനേഷനോടുകൂടി പള്ളി കമ്മിറ്റിയുമായി ഒത്തുചേർന്നത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ നാട് ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ഏതൊരു മതം പ്രചരിപ്പിക്കാനും ഏതൊരാൾക്കും ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള സവിശേഷമായ പ്രാതിനിധ്യം നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന. എവിടെയാണ് നമ്മുടെ ഭരണഘടന പോയി മറയുന്നത് എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ജുമ എല്ലാ ആഴ്ചയും ഉണ്ട് നിങ്ങൾക്ക്. റംസാനിലെ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞ് അതിന് പ്രത്യേകമായൊരു ആകർഷണം നിങ്ങൾ നൽകേണ്ടതില്ല. പക്ഷേ ഹോളി വർഷത്തിലെ ഒന്നേ ഉള്ളൂ. ജുമാ നമസ്കാരം മുടങ്ങിയാൽ പോലും ഹോളി ആഘോഷങ്ങൾക്ക് ഭംഗം വരരുത് പറഞ്ഞതിന് പിന്നാലെ, ഇങ്ങനെ ചിലർ പറഞ്ഞതിന് പിന്നാലെ UP മുഖ്യമന്ത്രി പോലും ആ സ്റ്റേറ്റ്മെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയാണ്. എത്രമേൽ കലുഷിതമായൊരവസ്ഥ, മതേതരത്തിനെ കാറ്റിൽ പറത്തിയിട്ടുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏതൊരു സമുദായത്തിൻ്റെയും, ഹൈന്ദവരുടെ ആവട്ടെ, ക്രൈസ്തവരുടെ ആവട്ടെ, ഇസ്ലാം മതവിശ്വാസികളുടെ ആവട്ടെ, അവരുടെ പള്ളികൾ, അവരുടെ ആരാധനാലയങ്ങൾ മറ്റൊരാളുടെ ആരാധനയ്ക്ക് ഭംഗം വരുത്താതെ വേണ്ടേ മറ്റൊരുവൻ അവൻ്റെ ആഘോഷങ്ങളെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ബേസിക് കാര്യങ്ങൾ പോലുമാണ് ഇവിടെ കാറ്റിൽ പറക്കുന്നത് എന്ന് പറയാതെ വയ്യ. സർക്കാർ പറയുന്ന ന്യായം എന്താ? ഞങ്ങൾ കൂടി സഹായിച്ചിട്ടാണ്, ഞങ്ങൾ പറഞ്ഞ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ ആ ടാർപ്പായി അവിടെ മൂടുന്നത്, കമ്മിറ്റിയുമായി ചേർന്ന് സർക്കാരിൻ്റെ കൂടി സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. സർക്കാരിന് പറയാൻ സാധിക്കില്ല ആ വരുന്നവരോട്, നിങ്ങൾ ഈ പള്ളികളിലേക്ക് നിറം ചാർത്തൊഴിക്കരുത്, ഈ പള്ളികളിൽ അവർ നിസ്കരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ പള്ളിയിൽ ആഘോഷങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് അത്തരം മറ്റു വിശ്വാസികളുടെ ആരാധനാലയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ വരുന്നവരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല. കാരണം അവരിതെല്ലാം ചെയ്യുന്നത് അവരുടെ അവകാശം പോലെയാണ്. അപ്പോൾ അവരത് ചെയ്താൽ ഞങ്ങൾക്ക് അവരെ മാറ്റാൻ പറ്റില്ല. സ്വയം നിങ്ങൾ പിൻവാങ്ങുക, നിങ്ങൾ ടാർപ്പായിട്ട് മൂടി സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും വൈകൃതമായ, പരിഷ്കൃതമായ ഒരു സംസ്കാരമാണ് UP ഈ രാജ്യത്തിന് നൽകുന്നതെന്ന് പറയാം. ഇന്ത്യയെ ഈ വിഷയത്തെയെല്ലാം ലോകം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ മറക്കാതെ പോകരുത്. ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നത് ഇത്തരത്തിലുള്ള ചേഞ്ചുകളിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വിഷയത്തോട് പറയുമ്പോൾ ഇങ്ങനെ മൂടിക്കെട്ടി മോഡിയുടെ ഫ്രണ്ട് ട്രംപ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഗുജറാത്തിലെ ചേരികളെ മുഴുവനും, ഡൽഹിയിലെ ചേരികളെ മുഴുവനും മറച്ചിട്ടാണല്ലോ സ്വന്തം സുഹൃത്തിന് ഇന്ത്യയെ കാഴ്ചവെച്ചത്. പക്ഷേ ആ കാഴ്ചവെക്കലിനുമൊക്കെ അപ്പുറം ഈ വാർത്തകൾ പ്രചരിക്കാൻ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യയുടെ മതേതരത്വം ഇങ്ങനെ മൂടിപ്പോകുന്നതിനും ഇതൊക്കെ കാരണമാകും.